എലപ്പുള്ളിയിൽ ബ്രൂവറിക്ക് അനുമതി നൽകിയത് ക്യാബിനറ്റ് തീരുമാനമാണെന്നും സർക്കാരിന്റെ ഭാഗമായ തനിക്ക് അത് അംഗീകരിച്ച് മുന്നോട്ടു പോവാനേ കഴിയൂവെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വ്യക്തിപരമായ മദ്യത്തോട് താൽപര്യമില്ല, പക്ഷേ അനധികൃത മദ്യലോബിക്ക് തടയിടാനാണ് സർക്കാർ ബ്രൂവറി ആരംഭിക്കുന്നത്. ഭൂഗർഭ ജലചൂഷണം ഉണ്ടാവില്ലെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മദ്യത്തിന് വില കൂട്ടുന്നത് മദ്യ ഉപയോഗം കുറയ്ക്കുന്നതിനായാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആ തീരുമാനിച്ച് ക്യാബിനറ്റിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ഞാൻ അങ്ങനെ പറയാം. അത് ക്യാബിനറ്റിൻ്റെ തീരുമാനം നടപ്പാക്കാനല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ആശങ്കകളൊക്കെ നമുക്ക് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാക്കാം. അവിടെ വലിയ തോതിലുള്ള ജനമൂറ്റൽ ഉണ്ടാവും, പ്രത്യേകിച്ച് അവിടെ ജനദൗർബല്യമുള്ള ഒരു സ്ഥലമാണെന്നൊക്കെ പറയും. അല്ല, അതിനുള്ള വഴിയൊക്കെ കണ്ടുപിടിക്കുക. ഇപ്പോൾ വാളയാറ് ഡാം മാത്രം സ്ട്രെങ്തൻ ചെയ്താൽ എത്ര വലിയ വെള്ളത്തിൻ്റെ സ്റ്റോറേജ് കിട്ടും? അപ്പോൾ അതിൻ്റെ മറ്റ് വശങ്ങളോ നിയമവശങ്ങളോ പൊല്യൂഷനോ ഒക്കെ നമുക്കത് വേറെ ചർച്ച ചെയ്യാം. ഇപ്പോൾ ക്യാബിനറ്റ് തീരുമാനിച്ച ആ തീരുമാനത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. അല്ല, ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിട്ടാണ് തീരുമാനിച്ചത്. അല്ല, മന്ത്രിസഭ തീരുമാനിച്ചാൽ ഞാനൊരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ കൂടെയല്ലേ നിൽക്കുക. അത് ചെയ്തു മാത്രമേ ഉള്ളൂ. അത് പരിഹാരം കാണാനുള്ള ശ്രമം നടത്തും. ജനങ്ങളുടെ എന്ത് ആശയം ഉണ്ടെങ്കിലും പരിഹാരം. രാജേഷ് മിനിസ്റ്റർ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു, ഗ്രൗണ്ട് വാട്ടർ എടുക്കില്ല എന്ന്. അപ്പോൾ അത് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അതിൽ പൊല്യൂഷൻ വരുന്നതുണ്ട്. ഇത് പിന്നെ വേറെ ഒരു വസ്തുതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിറ്റൂരിലെല്ലാ പ്രദേശവും അറിയാണല്ലോ. അപ്പോൾ നമ്മുടെ അതിർത്തി കൂടെ 10 റോഡ് വരുന്നുണ്ട്. ആ റോഡിൽ വരുന്ന ഒരു ദിവസം വരുന്ന സ്പിരിറ്റും വിദേശ മദ്യവും എത്രയാണ്? അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നേ ഇല്ല. ആ ലോബി എത്ര വലുതാണ്? അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. അതൊക്കെ ചർച്ച ചെയ്യണ്ടേ നമുക്ക് ഈ സമയത്ത്? എത്ര നികുതി വെട്ടിപ്പാണ്, എത്ര ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണ്ടേ? ഈ 13 റോഡുകളുണ്ട് അതിർത്തിയായിട്ട്. ഈ 13 കൂടെ മാഫിയകളല്ലേ അതിൽ കൈകാര്യം ചെയ്യണം. സർക്കാരും പോലീസും കുറേ പിടിക്കുന്നുണ്ട്. എത്ര പിടിച്ചാലും അവർ വേറെ വഴി കൂടെ വരുന്നൊരു സമീപനമാണ് ഉണ്ടാകുന്നത്. അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, മുഴുവനായി തടയാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെ അതിൻ്റെ വേറൊരു വശമാണ്. ഇത് കമ്മിയാക്കാനും ഉപയോഗം കമ്മിയാക്കാനും വിടില്ല. എന്ത് വന്നാലും ചെയ്താലും അതിനെ എതിർക്കുന്നൊരു സ്വഭാവം ശരിയല്ലേ. അത് വരുമാനം സർക്കാരിനുണ്ടാകണം.